മക്കളെ, നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത് ഈ ക്വസ്റ്റ്യൻ നോക്കിയേ. സബ്ബായിട്ട് നമുക്ക് 6 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അവർ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ: ഇത് ഏത് ടൈപ്പ് ഡെസിമൽ ഫോമാണ്? അത് ടെർമിനേറ്റിംഗ് ഡെസിമൽ ആകാം, അല്ലെങ്കിൽ നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് ഡെസിമൽ ആകാം, അല്ലെങ്കിൽ നോൺ ടെർമിനേറ്റിംഗ് നോൺ റിപ്പീറ്റിംഗ് ഡെസിമൽ ആകാം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് നോക്കാം. റൈറ്റ് ദി ഫോളോയിങ് ഇൻ ഡെസിമൽ ഫോം ആൻഡ് സേ വാട്ട് കൈൻഡ് ഓഫ് ഡെസിമൽ എക്സ്പാൻഷൻ ഈച്ച് ഹാസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 36/100. നമ്മളിതിനെ എങ്ങനെ ഡെസിമൽ ഫോമിലേക്കാക്കും? 36/100നെ നമുക്ക് 0.36, താഴെ 2 0 ഉണ്ടെങ്കിൽ 2 ഡെസിമൽ പുറകോട്ട് ഇടാം, നമുക്കറിയാവുന്നതാണ്. ഇതിനെ നമ്മൾ എങ്ങനെയാണ് വിളിക്കുന്നത്? ഇത് ടെർമിനേറ്റിംഗ് ഡെസിമലാണ്. എന്തുകൊണ്ടാണ്? ഇവിടെ 0.36 എന്നും പറഞ്ഞ് അവിടെ ടെർമിനേറ്റ് ചെയ്തു, ഇനി മുന്നോട്ടൊന്നുമില്ല. അതുകൊണ്ട് നമ്മളതിനെ ടെർമിനേറ്റിംഗ് ഡെസിമൽ എന്ന് വിളിക്കും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. രണ്ടാമത്തേത് 1/11. അപ്പം നമുക്ക് 1/11 ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും അറിയാം, ഡിവിഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. സാർ ചെയ്ത് കാണിക്കാം. 1/11 എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ 1/11 ഇട്ടിട്ട് ഈ 1-നകത്ത് 11 പോയില്ല. അപ്പം നമ്മളിവിടെ ഒരു ഡെസിമൽ ഇടും. അപ്പം 10 ഇടുമ്പം അതിനകത്തും 11 പോയില്ല. അപ്പം നമ്മൾ വീണ്ടും ഒരു 0 കൂടി ഇടും. അതിനുശേഷം 9 പ്രാവശ്യമുണ്ട്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ 9 ഇവിടെ ഇട്ടിട്ട് 99, ബാലൻസ് 1 വരും. ഇതുപോലെ റിപ്പീറ്റ് ചെയ്ത് വരുമ്പം 0.0909 ഇങ്ങനെ വരും. അതായത് 1/11നെ നമ്മൾ ചെയ്ത് കഴിയുമ്പം 0.090909 ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടൊക്കെ പോകും. നമ്മൾ ഇതിനെ വിളിക്കുന്ന പേരെന്താ? ഇത് നോൺ ടെർമിനേറ്റിംഗ് ആണ്. കഴിഞ്ഞ പ്രാവശ്യം 0.36 അവിടെ അവസാനിച്ചുകൊണ്ടാണ് നമ്മൾ ടെർമിനേറ്റിംഗ് എന്ന് പറഞ്ഞത്. പക്ഷേ ഇവിടെ നോൺ ടെർമിനേറ്റിംഗ് ആണ്. അത് നമുക്കറിയാം. ഇതിങ്ങനെ ടെർമിനേറ്റ് ചെയ്യാതെ 0.090909 അങ്ങനെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. പക്ഷേ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, നോൺ ടെർമിനേറ്റിംഗ് ആണെങ്കിലും ഈ 09 റിപ്പീറ്റ് ചെയ്യുന്നേ ഉള്ളൂ, വേറെ നമ്പറുകൾ വരുന്നില്ല. അതുകൊണ്ട് നമുക്ക് പറയാം 0.09 ബാർ. നമ്മൾ ഏത് നമ്പറാണോ റിപ്പീറ്റ് ചെയ്യുന്നത് അതിൻ്റെ മുകളിൽ ഒരു ബാർ അങ്ങ് ഇട്ടാൽ മതി. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ 0.314 ഈ 314 തന്നെ റിപ്പീറ്റ് ചെയ്യുവാണെങ്കിൽ നമ്മളതിനെ 0.314 ബാർ എന്നിട്ടാൽ മതി. അപ്പോൾ ഇവിടെ നമുക്ക് 0.09 ബാർ എന്നിട്ടു. നമ്മൾ എന്ത് പറയും? അത് നോൺ ടെർമിനേറ്റിംഗ് ആണ്. ഇതിങ്ങോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് നോൺ ടെർമിനേറ്റിംഗ് ആണ്, പക്ഷേ റിപ്പീറ്റിംഗ് ആണ്. നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നോൺ ടെർമിനേറ്റിംഗ് നോൺ റിപ്പീറ്റിംഗ് എന്തായിരിക്കും? ഒരു എക്സാമ്പിൾ നോക്കാം. 0.13214315213 ഇങ്ങനെ ഒരു ലക്ഷ്യവും ഇല്ലാതെ ചുമ്മാ അങ്ങ് പോയിക്കൊണ്ടിരിക്കുന്നു. അവിടെ നമുക്ക് റിപ്പീറ്റ് ചെയ്യുന്നുമില്ല, നോൺ ടെർമിനേറ്റിംഗ് ആണ്. ഇങ്ങനെ പോകുന്നതിനെ നമ്മൾ നോൺ ടെർമിനേറ്റിംഗ് നോൺ റിപ്പീറ്റിംഗ് എന്ന് പറയും. അപ്പോൾ ഇവിടെ ഇതുപോലെ കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട്. മക്കൾക്ക് ഡിവിഷൻ ചെയ്യാൻ അറിയാവുന്നതുകൊണ്ട് സാർ അത് ചെയ്യുന്നില്ല. 4 1/8 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 33/8. 4 × 8 32 + 1 33/8. അപ്പോൾ ഇത് ചെയ്തിട്ട് ഇതിനകത്ത് ഏതാണ് നോൺ ടെർമിനേറ്റ് ടെർമിനേറ്റിംഗ് ആണോ, നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് ആണോ, അല്ലെങ്കിൽ നോൺ ടെർമിനേറ്റിംഗ് നോൺ റിപ്പീറ്റിംഗ് ആണോ? സാറിന് കമൻ്റായിട്ട് അയക്കണം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. 3/13 ഇതൊക്കെ ഇതുപോലെയാണ്. ഇതേ രീതിയിൽ ചെയ്യാം. ഇത് ചെയ്യുമ്പോൾ ഒരു ട്രിക്ക് സാറ് പറഞ്ഞു തരാം. ഇവിടെ നമുക്ക് 329/400നെ 329/4 329/4 എത്രയാണെന്ന് ചെയ്ത് കണ്ടുപിടിച്ചിട്ട് 2 ഡെസിമൽ അങ്ങ് ഇട്ടാൽ മതി പുറകോട്ട്. നമ്മളിങ്ങനെ 400 എന്ന് കാണുമ്പം ആ സീറോസ് അങ്ങ് മാറ്റി വയ്ക്കണം.
ഈ 329/4 അതിൻ്റെ ഉത്തരം കണ്ടുപിടിച്ചിട്ട് 2 സീറോ താഴെ ഉള്ളതുകൊണ്ട് 2 ഡെസിമൽ പുറകോട്ടിട്ടാൽ മതി. അപ്പോൾ ഇത്രയും 4 ക്വസ്റ്റ്യൻസ് മക്കൾ തന്നെ ഒന്ന് ചെയ്തിട്ട് ഒന്ന് ഹോംവർക്കായിട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉത്തരം സാറിന് കമൻറ്റ് ചെയ്യണം. ഏത് ടൈപ്പാണ്, ടെർമിനേറ്റിംഗ് ആണോ, നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് ആണോ, നോൺ ടെർമിനേറ്റിംഗ് നോൺ റിപ്പീറ്റിംഗ് ആണോ? മക്കൾ ഹോംവർക്കായിട്ട് ചെയ്തെങ്കിൽ, ഹോംവർക്ക് പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് കണക്കിന് മാർക്ക് കിട്ടുള്ളൂ. നമ്മൾ എല്ലാ ക്വസ്റ്റ്യനും ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചുമ്മാ ഇങ്ങനെ കണ്ടങ്ങ് പോകുന്നു. സാറ് ചെയ്യുന്ന വീഡിയോസിൽ ചെയ്യുന്ന ക്ലാസ്സുകളെല്ലാം മക്കൾ ഹോംവർക്കായിട്ട് തനിച്ച് ചെയ്യണം. അതോടൊപ്പം കൂടുതൽ ഹോംവർക്കുകൾ ഇങ്ങനെ തരുന്നതെല്ലാം സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യണം.